കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനകത്ത് നേരത്തേക്ക് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 5ഓളം എംപിമാരുടെ പേരുകളാണ് പുറത്തു വരുന്നത്. അതിനകത്ത് ശശി തരൂർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. എംപിമാർ മത്സരിക്കുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ ഘടകകക്ഷിയായി CK ജാനു പാർട്ടിയുമായി ചേർന്ന് വന്നൊരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പക്ഷേ CK ജാനുവിന് മത്സരിക്കാനുള്ള സാധ്യതകളില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ വലിയൊരു വഴക്കിന്റെ അറ്റത്തേക്കാണോ എത്തിക്കുന്നത്? ഇപ്പോൾ വഴക്കല്ല, എനിക്കൊന്ന് ക്ലാരിറ്റി വരുത്തുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഈ പറഞ്ഞതുപോലെ 3ാമത്തെ സർവേ ആണ് കനകോലുവിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും 1000 പേരുടെ സാമ്പിളുകളാണ് പരിശോധിച്ചെങ്കിൽ ഇപ്പോൾ 2000 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിന് ശേഷം ഒരു വ്യക്തമായ പിക്ചർ ഉണ്ടാക്കാനാണ് കനകോലു ശ്രമിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ എംപിമാർ മത്സരിക്കുന്നതിനോട് പലരും എതിരാണെങ്കിൽ പോലും നമുക്ക് സ്റ്റാർ കാൻഡിഡേറ്റുകളുണ്ട്. ഇപ്പോൾ 2026 ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് UDFന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ ഭരണമാറ്റം ഉണ്ടാകണമെന്ന കാര്യവും നമുക്കറിയാം. അപ്പോൾ 2 ടേം ഇടതുപക്ഷം ഭരിക്കുന്നു, ഇനി 3ാമതൊരു ടേം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ നില എന്ന് പറയുന്നത് അധോഗതിയിലേക്ക് പോകും. അപ്പോൾ ഉറപ്പായും കോൺഗ്രസ് ഭരണത്തിൽ വരണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാർ കാൻഡിഡേറ്റുകളെ എല്ലാം മത്സര രംഗത്തേക്ക് ഇറക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ എംപിമാരുടെ സാധ്യതയെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ സുധാകരനെ കണ്ണൂരിൽ ഇറക്കുന്നു. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ സുധാകരൻ സാറിനെ പറ്റി ഒരു മെൻഷൻ എന്തെങ്കിലും ഒരു വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ആരാധകരുടെ ഒരു ഇരമ്പമുണ്ട്. കണ്ണൂരിൽ മത്സരിക്കണമെന്ന് പറയുന്ന ഒരു വലിയൊരു ആവേശം കാണുന്നുണ്ട്. അപ്പോൾ കണ്ണൂരിൽ സുധാകരൻ സർ മത്സരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നേമത്ത് ശശി തരൂർ മത്സരിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. നമുക്കറിയാം, നേമത്തിനെ ചൊല്ലി BJP CPM തമ്മിൽ പുറമെ ഒരു വലിയ അടി നടക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുമെന്ന് പറയുന്നു, അവിടെ ശിവൻകുട്ടി മത്സരിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ശിവൻകുട്ടി VD സതീശനെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയ തിരുവനന്തപുരത്തിന്റെ സ്വന്തമായ ശശി തരൂരിനെ മത്സരിപ്പിക്കാൻ നിർത്തുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് ശശി തരൂരിന്റെ മത്സര മികവും അതുപോലെ തന്നെ വോട്ട് സമാഹരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഇവരൊക്കെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആവേശം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ചിറയൻകീഴോ അടൂരോ മത്സരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോന്നി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക അടൂർ പ്രകാശിനെയാണ്. അവിടെ നിന്ന് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് എന്തോ നഷ്ടപ്പെട്ടിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പൊതുജനത്തിന്. എന്നാൽ തന്നെയും ആറ്റിങ്ങലിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു, അവിടെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ പറഞ്ഞ എംപിമാരെല്ലാം തന്നെ എടുത്തു പറയാൻ വിട്ടുപോയൊരു പേരാണ് ഷാഫി പറമ്പിലേത്. തലശ്ശേരിയിൽ മത്സരിക്കുമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പാലക്കാടും അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ഇപ്പോൾ സീറ്റിന് വലിയൊരു തർക്കം നടക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാം. അതെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അഥവാ പാർട്ടി തിരിച്ചെടുത്താൽ തന്നെ പാർട്ടി വലിയ പ്രതിരോധത്തിലാവുന്ന സാഹചര്യത്തിലാവും. അപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം കാഴ്ചവെച്ച വിജയത്തിനൊപ്പം എത്തണമെങ്കിൽ അവിടെ വരേണ്ടത് ഒരു വലിയ കാൻഡിഡേറ്റ്, ഒരു വലിയ ഓറയുള്ള കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഷാഫി പറമ്പിൽ എന്ന് പറയേണ്ടി വരും. ഷാഫി പറമ്പിലിന്റെ പേരിനേക്കാൾ കൂടുതൽ അവിടെ ഉയർന്നു കേൾക്കുന്നത് ജയഘോഷ് മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവരൊക്കെ മത്സരിച്ചാൽ എത്രത്തോളം വോട്ട് സമാഹരിക്കാൻ കഴിയും? കാരണം പാലക്കാട് രാഹുലിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. രാഹുലിനെ കൊണ്ടുവന്ന ഷാഫി പറമ്പിൽ തന്നെയാണ് അവിടെ വരുന്നതെങ്കിൽ കുറച്ചുകൂടി മത്സരം കൊഴുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഒരുപാട് മറ്റു പല നേതാക്കന്മാരും എവിടെയൊക്കെ മത്സരിക്കാമെന്നുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതായത് മുരളീധരന്റെ അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിൽ മത്സരിക്കാൻ പോകുന്ന തലശ്ശേരിയിലാവാനാണ് സാധ്യത. ഇപ്പൊ ഹർഷ പറഞ്ഞതുപോലെ ബാക്കി കുറെ സ്ഥാനാർത്ഥികളുടെ പേരും പുറത്തു വരുന്നുണ്ട്. അതെ, ഇപ്പൊ മുരളീധരന്റെ പേര് പറയുന്നത് പോലെ തിരുവനന്തപുരത്തും വട്ടിയൂർക്കാവിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് മുരളീധരന്റെ പേര് വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം മത്സരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന് പുറത്തുനിന്ന് മത്സരം ഒന്ന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള താല്പര്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് മത്സരിച്ച് തീരുവുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ മേഘ പറഞ്ഞതുപോലെ കനകോലുവിന്റെ 3ാമതൊരു സർവേ വരാൻ പോകുന്നു. അതിനകത്ത് കൃത്യമായ അതിലെ നിരീക്ഷണം കൂടി നോക്കിയിട്ടായിരിക്കാം ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നത്. ഇതിന് ഏറ്റവും ഒടുവിലായി നമ്മൾ പറയേണ്ടത് CK ജാനുവിന്റെ കാര്യമാണ്. നമ്മൾ കണ്ടു PV അൻവറും CK ജാനുവും ഏതാണ്ട് ഒരേ സമയത്താണ് പാർട്ടിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ പാർട്ടി അതിനെ സ്വീകരിക്കാൻ തയ്യാറായത്. അതിൽ PV അൻവറിനെ ബേപ്പൂരിൽ വലിയൊരു മത്സരത്തിന് കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യവും അതേസമയം തന്നെ CK ജാനുവിനെ
ഇത്തവണ മത്സരിക്കാൻ സീറ്റ് അവർ ആവശ്യപ്പെട്ടെങ്കിലും അത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഒരു ഒഴിഞ്ഞുപോക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സി കെ ജാനു പിണങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ, അതല്ലെങ്കിൽ വിജയശേഷം അർഹിക്കുന്ന ഒരു പദവി നൽകാമെന്നുള്ള നിബന്ധന കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സി കെ ജാനു ഇതിൽ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗം, കേരള കോൺഗ്രസ് ജോസഫിനെയും നമുക്ക് ചർച്ചയിൽ മാറ്റി നിർത്താൻ സാധിക്കില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം ആ ഒരു വിഭാഗം കൂടി ഇപ്പോൾ 10ഓളം സീറ്റുകൾ ആവശ്യപ്പെടുന്നത് 7 സീറ്റോ 8 സീറ്റോ മാത്രമാണ് കോൺഗ്രസ് നൽകാൻ തയ്യാറാകുന്നത്. അതും ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് വഴി വെക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പാർട്ടിയിലേക്ക് ആര് വന്നാലും പോയാലും പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കില്ല, അല്ലെങ്കിൽ UDF മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നല്ല നല്ല കാൻഡിഡേറ്റ്സിനെ നോക്കി അതനുസരിച്ചുള്ള ആളുകളെ മത്സരിപ്പിക്കുക, വിജയം ഉറപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എനിക്ക് തോന്നുന്നു CPM-ഉം ഈ ഇടതുപക്ഷവും അതുപോലെ തന്നെ BJP-യും എല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായ ഹോംവർക്ക് കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. കൃത്യമായി തന്നെ എഴുതി തിട്ടപ്പെടുത്തി കണക്കാക്കി, എനിക്ക് തോന്നുന്നു ഓരോ വോട്ടും കൂട്ടി എണ്ണിക്കഴിഞ്ഞ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. ബേപ്പൂരിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യമേ ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോ എനിക്ക് തോന്നുന്നു അനൌദ്യോഗികമായി നിയമത്തെ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് ഒഴിച്ചു നിർത്തിയാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് ബേപ്പൂരിൽ മാത്രമാണ്. കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളായി മാറാൻ പോകുന്നത്. ഇനി വരുന്ന ഓരോ ദിവസവും എനിക്ക് തോന്നുന്നു കൂടിപ്പോയാൽ 10 ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം, സ്ഥാനാർത്ഥി പട്ടിക മുഴുവനായി പുറത്തു വരും. ഈ പറഞ്ഞതുപോലെ എല്ലാ സ്റ്റാർ കാൻഡിഡേറ്റുകളും, നമ്മൾ ചർച്ച ചെയ്ത ഓരോ കാൻഡിഡേറ്റുകളെയും ഓരോ സ്ഥലത്ത് കൃത്യമായി പ്ലേസ് ചെയ്യുന്നത് നമുക്ക് കാണാനും സാധിക്കും. ഇതിന്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് 30,000, 40,000, 50,000 വോട്ട് ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള എല്ലാ സീറ്റുകളിലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. VD സതീശനൊക്കെ അവകാശപ്പെടുന്ന പോലെ 110 സീറ്റുകളുടെ ലീഡോടുകൂടി ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ആത്മവിശ്വാസമാണ്. അപ്പോ ഉറപ്പായിട്ടും ഈ പറഞ്ഞ വിജയം നേടാനുള്ള വലിയ ഹോംവർക്ക് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് MP-മാരെ കൊണ്ടുവന്ന് മത്സരിക്കേണ്ടി വന്നാലും, ഇപ്പോൾ MLA-മാരായി ഇരിക്കുന്നവർ വീണ്ടും മത്സരിക്കേണ്ടി വന്നാലും, അതല്ല പുതുമുഖങ്ങളെയാണ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നത് എങ്കിൽ പോലും കൃത്യമായി അത് നടക്കും. തിരുത്തലുകൾ നടക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. നമ്മൾ കണ്ടു എത്ര വലിയ ഓറയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയത് ഇതിന്റെ ഒരു വലിയൊരു സൂചന തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒഴിവാക്കി മാറ്റി നിർത്താൻ സാധിക്കാത്ത ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20ഓളം സീറ്റുകൾ ചോദിച്ചിരുന്നു. 20ഓളം സീറ്റുകളിൽ മത്സരിച്ചു, 15ഓളം സീറ്റുകൾ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് പറയുമ്പോഴും അവരതിനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഈ പറയുന്നത് പോലെ ഞങ്ങൾ സീറ്റിന് വേണ്ടി വാശി പിടിക്കില്ല, കോൺഗ്രസ് അല്ലെങ്കിൽ UDF മുന്നണി തീരുമാനിക്കട്ടെ, കോൺഗ്രസിന് നല്ല നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിട്ട് മുസ്ലിം ലീഗിനും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി കിട്ടുന്ന സീറ്റ് എത്രയാണെങ്കിലും ആ സീറ്റുകളിലെല്ലാം വിജയിച്ച് കയറുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന നിലയിൽ, അവിടെ എല്ലാം MLA-മാരെ ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ എല്ലാ ഘടകകക്ഷികളും അല്ലെങ്കിൽ ഈ പറയുന്ന മുന്നണി ഒട്ടാകെ തന്നെ ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായ നമ്മൾ ഇടയ്ക്ക് പറയുന്നത് പോലെ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്രതീക്ഷിതമായി ചില മാറ്റങ്ങൾ വന്നേക്കാം. പാലക്കാടും അതുപോലെ തന്നെ തൃക്കാക്കര, തൃപ്പൂണിത്തുറ പോലെയുള്ള ഇടങ്ങളിൽ ഏറ്റവും അവസാനമായിരിക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം ഈ പറഞ്ഞിടങ്ങളിലൊക്കെ തന്നെയും തൃക്കാക്കരയിലാണെങ്കിൽ പോലും ഉമാ തോമസിനെതിരെ ഒരു വിരുദ്ധത പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ ആദ്യമേ പ്രഖ്യാപിച്ചാൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ വലിയ രീതിയിലുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വെച്ചുകൊണ്ട് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെയും ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി കൃത്യമായി വിജയം ഉറപ്പാക്കുക, അതിനുവേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്.